ജനതാദൾ എസിൽ ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി അടുത്ത ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യും. ജെഡിഎസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതെ പ്രശ്നം പരിഹരിക്കാനാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. യഥാർത്ഥ ജെഡിഎസ് തങ്ങളാണെന്ന് അവകാശപ്പെട്ട് CK നാണു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ദേവഗൌഡയുടെ NDA പ്രവേശനത്തോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലായ JDS എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്നറിയാതെ തലപുകയ്ക്കുകയാണ്. യഥാർത്ഥ JDS തങ്ങളാണെന്ന് അവകാശപ്പെട്ട് CK നാണു വിഭാഗം ഇടതുമുന്നണിക്ക് കത്തുകൂടി നൽകിയതോടെ മന്ത്രി K കൃഷ്ണൻകുട്ടിയും MLA മാത്യു ടി തോമസും പരുങ്ങലിലായി. CK നാണു, CM എബ്രാഹിം അടങ്ങുന്നവർ ദേശീയ തലത്തിൽ യോഗം ചേരുകയും ദേവഗൌഡയെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് ഫലത്തിൽ തിരിച്ചടിയായത് മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കുമായിരുന്നു. യഥാർത്ഥ JDS തങ്ങളാണെന്ന് അവകാശപ്പെട്ട CK നാണു വിഭാഗം ഇടതുമുന്നണിക്ക് കത്ത് നൽകിയ സാഹചര്യത്തിലാണിപ്പോൾ LDF വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. CK നാണു അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും കത്തു നൽകുക മാത്രമാണുണ്ടായതെന്നും LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുപോലെ അവർ മറ്റു കാര്യങ്ങളൊന്നും ആ കത്തിൽ ഉന്നയിച്ചിട്ടില്ല. ആ കത്ത് ഞങ്ങൾ വിശദമായി അവരുടെ നയം വ്യക്തമാക്കുന്ന കത്താണ്. അദ്ദേഹം ഒരു അവകാശവാദവും അതിൽ ഉന്നയിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കാര്യം. അത് LDF ഇടപെടേണ്ട പ്രശ്നമേ അല്ല. 2 MLA-മാരുള്ള പാർട്ടി എന്ന നിലയിൽ CPM-ന് K കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് എന്നിവരോട് നേരിയ ചായ്വുണ്ട്. എന്നാൽ പുതിയ പാർട്ടിയുമായി എത്തിയാൽ പരിഗണിക്കേണ്ടെന്ന നിലപാട് നേരത്തെ സ്വീകരിച്ചിട്ടുമുണ്ട്. നിലവിലെ പ്രതിസന്ധി നിയമ നടപടികളിലേക്ക് കൂടി കടന്നാൽ K കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ജനം, തിരുവനന്തപുരം.